അതിശ്രേഷ്ഠവുമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് സങ്കീർത്തനം 111 അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കർത്താവിനെ സ്തുതിക്കുവിൻ, നീതിമാന്മാരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും. കർത്താവിൻ്റെ പ്രവൃത്തികൾ മഹനീയങ്ങളാണ്, അവയിൽ ആനന്ദിക്കുന്നവർ അവ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ പ്രവൃത്തി മഹത്വവും തേജസ്സറ്റതുമാണ്, അവിടുത്തെ നീതി ശാശ്വതമാണ്. തൻ്റെ അത്ഭുത പ്രവൃത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി. കർത്താവ് കൃപാലുവും വാത്സല്യനിധിയുമാണ്. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ കർത്താവിനെ എപ്പോഴും സ്തുതിക്കുന്ന സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോട് വേണം നമ്മൾ എവിടെ പോയാലും, ഏതവസ്ഥയിലായാലും, ഏത് സാഹചര്യത്തിലായാലും നമ്മൾ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോട് സ്തുതിക്കണം, പൂർണ്ണ ഹൃദയത്തോട് നന്ദി പറയണം. പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും കർത്താവിനെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ പ്രവൃത്തികൾ നമ്മൾ എപ്പോഴും വർണ്ണിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴെന്താ സംഭവിക്കുന്നത്? കർത്താവ് തൻ്റെ ഭക്തർക്ക് ആഹാരങ്ങളും മുടങ്ങാതെ നൽകിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ച മനോഹരമായ പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. അപ്പം അന്നന്ന് വേണ്ടുന്ന ആഹാരമാണ് കർത്താവ് നമുക്ക് വേണ്ടി തരുന്നത്. അപ്പം നമുക്ക് ആഹാരം തന്ന് പോറ്റുന്ന നമ്മളുടെ സ്വർഗീയ പിതാവിനെ നമ്മൾ എപ്പോഴും മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ മക്കളായി ശക്തി സംഭരിച്ച് ദൈവത്തിനു വേണ്ടി സാക്ഷിയായി മാറണം. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നടക്കുന്ന എല്ലാ വിഷയങ്ങളെയും നമുക്ക് യേശുവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കാം. ഇതെല്ലാം സംഭവിക്കേണ്ടിയിരിക്കുന്നു. ഇതല്ല, ഇതിൻ്റെ അപ്പുറത്തത് സംഭവിച്ചാലും നമ്മൾ തല ഉയർത്തി നിൽക്കണം, ശിരസ് ഉയർത്തി നിൽക്കണം. എൻ്റെ കർത്താവ് ഇന്നും ജീവിക്കുന്നു, അതിനാൽ ഞാനും ജീവിക്കുന്നു. എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം, എൻ്റെ ദൈവത്തിൻ്റെ വാത്സല്യം, എൻ്റെ ദൈവത്തിൻ്റെ കരുണ അതെന്നും എന്നോടൊപ്പം ഉണ്ടായിരിക്കും. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകളാണ്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകനാണ് എന്ന ഉത്തമ വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികൾ മഹനീയങ്ങളാണ്, അവയിൽ ആനന്ദിക്കുന്നവർ അവ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കുകയും ആനന്ദിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യണം. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിൻ്റെ മഹത്വമേറിയ അത്ഭുതങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രാർത്ഥന കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ, അവർക്ക് ആവശ്യമായ നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ മക്കളെയും അവരുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. എന്നെയും എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കണമേ, അവർക്ക് ആവശ്യമായ നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും കൊണ്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും നിറയ്ക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.